വത്തബിഊഹും ഫീ ആസാരിഹിം, അവരുടെ കാൽപ്പാടുകളിൽ അവരെ നിങ്ങൾ പിന്തുടരണം. വതമസ്സകൂ ബിമസ്തതഅതും മിൻ അഖ്ലാഖിഹിം വദീനിഹിം, അവരുടെ സ്വഭാവത്തിലും ദീനീ ചിട്ടയിലും നിങ്ങൾക്ക് എത്രത്തോളം സാധിക്കുന്നുവോ അത്രയും നിങ്ങൾ അവരെ മുറുകെ പിടിക്കണം. ഫഇന്നഹും കാനൂ അലൽ ഹദിയിൽ മുസ്തഖീം, അവരാണ് ഏറ്റവും ചൊവ്വായ ഹിദായത്തിൽ, സന്മാർഗത്തിൽ, വഴിയിലുള്ള ആളുകൾ അവരാണ്. അവരുടെ പിന്നാലെ നിങ്ങൾ പോകണം. ഇതാണ് അഹ്ലുസുന്നത്തിന്റെ തീരുമാനം. അഹ്ലുസുന്നത്ത് ആയത്ത് കിട്ടിയാൽ, ഹദീസ് കിട്ടിയാൽ, അക്ഷരം കിട്ടി, ലിപികൾ കിട്ടി, പുണ്യമുള്ള ലിപികൾ, പുണ്യമുള്ള വചനങ്ങൾ, അതിന്റെ ആശയം ഞാൻ സ്വയം തെറ്റിദ്ധരിച്ചു പോകരുത്, മറ്റുള്ള ആളുകൾ ഉണ്ടാക്കിയ തെറ്റിദ്ധാരണയിൽ അകപ്പെടുകയും ചെയ്യരുത്. അതിന് ഞാൻ എങ്ങനെയാണ് പരിശോധന നടത്തേണ്ടത്? ഈ പറഞ്ഞ സഹാബത്തിന്റെ ഫഹമുമായി, അവർ ഗ്രഹിച്ചതുമായി, അവർ മനസ്സിലാക്കിയതുമായി, അവർ ഉൾക്കൊണ്ടതുമായി, അവർ വിശ്വസിച്ചതുമായി, അവർ പ്രവർത്തിച്ചതുമായി താരതമ്യം ചെയ്തു നോക്കി, തട്ടിച്ചു നോക്കി, ഉറപ്പാക്കിയിട്ട് ആ കാര്യത്തെ അവർ പ്രവർത്തിക്കണം. അതുകൊണ്ട് ഈ 3 തലമുറക്ക് ആ ഫളിലുള്ളത് തന്നെയാണ്. അബൂ ഹുറൈറയിൽ നിന്നുള്ള ഒരു റിവായത്ത് നമുക്ക് കാണാൻ സാധിക്കും. ആ റിവായത്തിൽ കാണാം, അയ്യുന്നാസി ഖൈർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി ആരാണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം പറഞ്ഞു, അന വല്ലദീന മഈ. എവിടെയും നോക്കൂ നിങ്ങൾ, ഈ സഹാബത്തിനെ മാറ്റി നിർത്തിയിട്ടല്ല, ഞാനും എന്റെ കൂടെയുള്ള എന്റെ അനുചരന്മാരുമാണ്. സുമ്മല്ലദീന അലൽ അസർ, പിന്നീട് അവരുടെ പിറകിൽ വന്നിട്ടുള്ള, ഇവരുടെ ആസാറുകളിൽ നടന്നിട്ടുള്ള, ഈ ആസാറുകൾ സ്വീകരിച്ചിട്ടുള്ള ആളുകളാണ്. സുമ്മല്ലദീന അലൽ അസർ, അത് കഴിഞ്ഞാൽ അവരുടെ പിറകിൽ വന്ന താബിഈങ്ങളുമാണ്. സുമ്മ കഅന്നഹു റഫള മൻ ബഖി, അതിനുശേഷമുള്ളവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരാകരിച്ചതുപോലെ പിന്നോട്ട് പറഞ്ഞതുമില്ല. അതുകൊണ്ട് ഇവരെയാണ് നമ്മൾ പിന്തുടരേണ്ടത്. ഈ ആളുകളെ പിന്തുടരുക, അവർ മനസ്സിലാക്കിയ രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക, ഇതാണ് യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തിന്റെ രീതി. ഈ കാര്യമാണ് കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ ആദ്യമായി ഏതാണ്ട് കഴിഞ്ഞ 5-8 വർഷത്തിന് ബാക്കിലേക്കുള്ള ഒരു 5-8 വർഷത്തെ ചരിത്രത്തിലേക്ക് നിങ്ങൾ പോകും. മുജാഹിദ് പ്രസ്ഥാനം ഖുർആനിലേക്കും സുന്നത്തിലേക്കും ജനങ്ങളെ വിളിക്കുകയാണ്. അതോടുകൂടി സലഫിയത്തായി എന്നാണ് കരുതിയത്. അങ്ങനെ ഖുർആന്റെ ആയത്ത് ഓരോരുത്തരും ഇങ്ങോട്ട് വായിക്കും, അവന് തോന്നിയ അർത്ഥം പറയും. ഹദീസ് ഓരോരുത്തരും വായിക്കും, അവനവന് മാ തഹ്വാഹു നഫ്സുഹു, അവന്റെ നഫ്സ്, അവന്റെ മനസ്സ് നല്ലതെന്ന് തോന്നിക്കുന്നത് അതർത്ഥം കൊടുത്തിട്ട് അവൻ സ്വീകരിക്കും. എന്തെല്ലാം അർത്ഥങ്ങൾ എഴുതി, എന്തെല്ലാം അർത്ഥങ്ങൾ പറഞ്ഞു. ആ സന്ദർഭത്തിലാണ് ഖുർആനും ഹദീസും അതിന്റെ ലിപികളിൽ നിങ്ങൾ പിടിക്കുകയും അതിന്റെ ആശയം നിങ്ങളുടെ തലയിൽ നിങ്ങൾക്ക് തോന്നുന്ന തോന്നിവാസങ്ങൾ കുത്തിച്ചേർത്തുകയും ചെയ്യരുത്. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തത് സഹാബികൾക്ക് കൈമാറിയത്, സഹാബികൾ മനസ്സിലാക്കി സ്വീകരിച്ച് അമലാക്കിയത്, അതേ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പാടുള്ളൂ. ഫഹ്മു സഹാബ എന്ന കാര്യം പറഞ്ഞു. അത് പറഞ്ഞപ്പോഴാണ് മുജാഹിദ് പ്രസ്ഥാനം രണ്ടായത്. വേറെ ഒരു പോയിന്റിലുമല്ല, ഇത് മാത്രമാണ്. പിന്നെ ഒരു വിഷയം പറയുമ്പോൾ പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ നിന്നാൽ എല്ലാ കുറ്റങ്ങളും വിളിച്ചു പറയും. അത് വേറെ വിഷയം. അത് സൈഡ് ഡിഷസ്, അത് ഒഴിവാക്കിയിട്ട് മെയിൻ സ്റ്റെമ്പിൽ നിങ്ങൾ വരൂ. അതിന്റെ മുഖ്യമായ കാരണം ഖുർആനിന്റെയും ഹദീസിന്റെയും പ്രമാണവാക്യങ്ങൾ തന്നിഷ്ടമനുസരിച്ച് ഗ്രഹിക്കാവതല്ലെന്നും അത് ഗ്രഹിക്കേണ്ട ശരിയായ രീതി അല്ലാഹു നബിക്ക് പഠിപ്പിച്ചു കൊടുത്തത്, അവിടുന്ന് സഹാബത്തിന് കൈമാറിയത്, സഹാബത്ത് മനസ്സിലാക്കി ഗ്രഹിച്ച് ഉൾക്കൊണ്ട് വിശ്വസിച്ച് പ്രാവർത്തികമാക്കിയത് പോലെയാകണം എന്ന് പറഞ്ഞപ്പോഴാണ്. എന്താ ഒരു സഹാബത്തിന്റെ ഫഹ്മ്? അതാര് പറഞ്ഞു? ഖൗലു സഹാബി തെളിവാണ് എന്നുള്ള ചോദ്യം ചോദിച്ചു. അത് സഹാബത്തിന്റെ ഇജ്മാഅല്ലേ തെളിവാകുള്ളൂ? സഹാബത്തിന്റെ മാത്രമല്ല, ഈ കാലഘട്ടത്തിന്റെ ഇജ്മാഉം തെളിവല്ലേ? ഇജ്മാഉ തെളിവാണ് എന്നുള്ളത് സഹാബത്തിലേക്ക് മടക്കേണ്ട ഒരു കാര്യമല്ല. ഈ 14-ാം നൂറ്റാണ്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചുപോയതിന് ശേഷം ജീവിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ ഈ തലമുറയിൽ ഇജ്മാഉണ്ടായ തെളിവല്ലേ? അത് തെളിവാണ്. ഇജ്മാഉ തെളിവാക്കാൻ സഹാബത്തിലേക്ക് മടക്കൊന്നും വേണ്ട. മറിച്ച് സഹാബത്ത് അവര് ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യം മിക്കവാറും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടതായിരിക്കും 99.99%. വളരെ അത്യപൂർവമായി ചില കാര്യങ്ങളിൽ ഉമൂമുൽ അദില്ല പിടിച്ചുകൊണ്ട് കർമ്മശാസ്ത്രപരമായ ചില കാര്യങ്ങളിൽ അവർ ചില ഇജ്തിഹാദുകൾ നടത്താൻ സാധ്യതയുണ്ട്. അതൊഴിച്ച് മറ്റെല്ലാം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടതായിരിക്കും. ആ കേട്ടതിന് അതിന്റെ വിലയുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. സഹാബത്തിന്റെ ഫഹ്മ് വിട്ടുകഴിഞ്ഞാൽ അവിടെ പകരം വരുന്നത് അവനവന്റെ താന്തോന്നിത്തമാണ്. അവനവന്റെ മനസ്സിന് അഭീഷ്ടത്തിന് നല്ലതെന്ന് തോന്നുന്ന കാര്യമാണ്. അത് വന്നു കഴിഞ്ഞാൽ ലഫസദത്തിസ് സമാവാതു വൽ അർദ് വമൻ ഫീഹിൻ, ആകാശം നിലനിൽക്കില്ല, ഭൂമി നിലനിൽക്കില്ല, അവയിലുള്ളവരാരും നിലനിൽക്കില്ല, സർവത്ര കുഴപ്പമായിരിക്കും, നാശമായിരിക്കും എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതാണ് ഈ കാര്യം. ഇത് എന്നിട്ട് എന്തായി? അപ്പൊ അതിനുവേണ്ടി അത് ഒന്നിച്ച് യോജിച്ചൊപ്പിട്ട രേഖയിലും അതുപോലെ തന്നെ പ്രസംഗത്തിലും അതുപോലെ തന്നെ മറ്റുള്ളതിലൊക്കെ ഞങ്ങൾ എഴുതാറില്ലേ? എന്നിട്ട് എന്തിനാണ് പിന്നെ ഇത് ഈ കാര്യം പറയുന്നത്? അതെ, സഹാബത്തിനെ സ്വീകരിക്കണം എന്ന കാര്യം ഒരു വിഭാഗം അതിലക്കൂട്ടത്തിൽ താത്വികമായിട്ട് അംഗീകരിച്ചു. അങ്ങനെ അംഗീകരിച്ചു വന്നു. ഒരു വിഭാഗം അംഗീകരിക്കൂല എന്ന് പറഞ്ഞു. അത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നു. മാറി നിന്നപ്പോൾ കസേര ഉറച്ചതോട് കൂടിയിട്ട് പാതി വഴിയിൽ അവർ ഉറച്ചുപോയി, ഉപ്പു തൂണുപോയ. ഇതുകൊണ്ടാണ് ഇത് വീണ്ടും ആവർത്തിച്ച് പറയേണ്ടി വന്നത്. സഹാബത്തിന്റെ ഫഹ്മ് അനുസരിച്ച് മാത്രമേ ആയത്തുകളും ഹദീസുകളും വ്യാഖ്യാനിക്കുവാൻ, ഗ്രഹിക്കുവാൻ, പ്രയോഗവൽക്കരിക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യം അത് പാതി വഴിയിലെത്തിയിടത്ത് നിന്നുറച്ചുപോയി. കസേര ഉറച്ചപ്പോ ഇനി എന്തിനാ നമ്മൾ മുന്നോട്ട് പോണത് എന്ന് വെച്ചു. ഇതുകൊണ്ട് മാത്രം സലഫിയ്യത്തിന്റെ ആധാരങ്ങളിലേക്ക് നിങ്ങൾ എത്തുന്നില്ല. സലഫിയ്യത്തിന്റെ ആധാരത്തിൽ ഒന്നോ രണ്ടോ കാര്യങ്ങളിലേക്ക് എത്തുന്നുള്ളൂ എന്നല്ല. സ്വഹാബത്ത് മനസ്സിലാക്കിയ കാര്യം പറഞ്ഞാൽ സ്വീകരിക്കാൻ ഈ പറയുന്ന തത്വത്തിൽ ഇതുവരെ അംഗീകരിക്കുന്ന ആളുകൾ തയ്യാറാകുമോ? ആവില്ല, ആയിട്ടില്ല. ഇനി എന്തെങ്കിലും ആകുമോ എന്നുള്ളത് അല്ലാഹു തആല ആലം. ഈ നിമിഷം വരെ ആയിട്ടില്ല. സഹാബത്ത് ആയത്തിനും ഹദീസിനും കൊടുത്തിട്ടുള്ള അർത്ഥം അതാണ് എന്ന് നട്ടല്ലോടുകൂടി പറയാൻ, നട്ടല് നദുവത്തുൽ മുജാഹിദീന്റെ ഈ ഫഹ്മു സ്വഹാബത്ത് വേണമെന്ന് പറഞ്ഞ കൂട്ടത്തില് ആർക്കെങ്കിലും ചില അപൂർവം അറിയപ്പെടാത്ത വ്യക്തികൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഇല്ലാ മൻ റഹിമഹുമുല്ലാഹ് വഖലീലും മാഹും, വളരെ തുച്ഛ ആളുകൾ ഉണ്ടാകും. പക്ഷേ അൽ ഹുക്മു അലൽ ഗാലിബ്, നമുക്കൊരു വിധി പറയാൻ പറ്റുന്നത് മൊത്തം ഭൂരിപക്ഷത്തെ നോക്കിയിട്ടാണ്. ഭൂരിപക്ഷത്തിനും നട്ടലില്ല, അവരവിടെ തലൽ കാത്തും. സഹാബത്തിന്റെ ഫഹ്മ് അത് എഴുതി വെക്കാന്, അത് കസേര ഉറപ്പിക്കാന്, അത് സംഘടനാ സംവിധാനം കയ്യിലൊതുക്കാന്, എല്ലാത്തിനും വലുത് സംഘടനയല്ലേ? ഇതല്ലേ ഇസ്ലാമുൻ യഖ്ദിമു തൻളീമ. ഈ സംഘടനയ്ക്ക് സേവനം ഇത് കൊടുക്കുന്ന ഒത്താശ ചെയ്ത് കൊടുക്കുന്ന പണിയല്ലേ ഇസ്ലാമിന്? അതിനല്ല ആകെ സംഘടന നന്നാക്കാൻ നടക്കും. അതിനു വേണ്ടിയിട്ട് എല്ലാ സഹാബത്തിനെയും അവരുടെ ഫഹ്മും അവരുടെ അമലും ഒക്കെ അങ്ങോട്ട് തള്ളിക്കളയും ചെയ്യും. ഇതാണ് യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തിന്റെ രീതി. സ്വഹാബത്തിനെ ഫഹ്മനുസരിച്ച് എടുക്കുള്ളൂ, അത് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും എടുക്കുള്ളൂ എന്ന് മാത്രമല്ല, തെളിവുകളെ പരസ്പരം അവർ ഏറ്റുമുട്ടിക്കില്ല. മുഹക്കമിന് ഒരു മുത്തശാബിഹും വന്നാൽ മുത്തശാബിഹിനെ മുഹക്കമിലേക്ക് മടക്കും, മുജ്മലും മുബയ്യനും വന്നാൽ മുജ്മലിനെ മുബയ്യനിലേക്ക് മടക്കും. അതുപോലെ തന്നെ നഫിയും ഇസ്ബാത്തും അവർ ഒരുമിച്ചെടുക്കും, വഅദും വഈദും അവർ ഒരുമിച്ചെടുക്കും, ഉമൂമും ഖുസൂസും അവർ സ്വീകരിക്കും, നിസ്ഖ അവർ അംഗീകരിക്കും. ശറഇൽ നിന്ന് തെളിവുകളിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള ഖബർ വാഹിദാണ്. അപ്പൊ ഖബർ വാഹിദ് പറ്റാത്ത കുറെ ഖ്വാജാക്കന്മാർ വേറെ ഇറങ്ങിയിട്ടുണ്ട്. ഖബർ വാഹിദ് പറ്റൂലത്രേ, അത് ഖബർ വാഹിദ് അല്ലേ? ഖബർ വാഹിദ് അഖീദക്ക് പറ്റൂലത്രേ. ആരെ ഈ വേർതിരിവുണ്ടാക്കിയത്? ആരെ ഈ വേർതിരിവുണ്ടാക്കി? ഈ വേർതിരിവ് അഹ്ലുസുന്നത്തിന്റെ ഇമാമിയങ്ങളിൽ ഒരാളും പറഞ്ഞിട്ടില്ലാത്തതാണ്. എന്നാൽ അഹ്ലുസുന്നത്തിൽ നിന്ന് ബഹുദൂരം അകന്നു പോയ അഹ്ലുസുന്നത്ത് വാദികളായി ചമഞ്ഞിട്ടുള്ള അശ്അരി മാതുരീദികളുടെ അസ്നാബുകൾ മാത്രമാണ് അഖീദക്ക് ഇത് പറ്റില്ല എന്നിട്ടുള്ള തെറ്റായ ജൽപ്പനം അത് മുന്നോട്ട് വെച്ചത്. അതാണിപ്പോ നദുവത്തുൽ മുജാഹിദീന്റെ വലിയൊരു വിഭാഗത്തിന്റെ പ്രമാണവാക്യം. എന്നാൽ ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളെ നിങ്ങൾ എടുത്തു നോക്കൂ. ഒരുപാട് വിശ്വാസ കാര്യങ്ങൾ ഇത് പറ്റൂല എന്ന് പറഞ്ഞ ആൾക്കാരനെ വിശ്വസിക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും ഖബർ വാഹിദ് കൊണ്ട് സ്ഥിരപ്പെട്ടതുമാണ്. ഇതാണ് അഹ്ലുസുന്നത്തിന്റെ രീതി. സഹാബത്ത് മനസ്സിലാക്കിയ മാതിരി മനസ്സിലാക്കും. അതിന് തെളിവുകൾ സ്വീകരിക്കുന്നിടത്ത് ഈ പറഞ്ഞിട്ടുള്ള തത്വങ്ങൾ പാലിക്കും. ഇത് വളരെ വ്യക്തമായി നിങ്ങളുടെ മുന്നിൽ ഞാൻ പറഞ്ഞു. ഇതിനുള്ള തെളിവുകൾ ഞാൻ കേൾപ്പിച്ചു. എന്നാൽ ഇവിടെ നദുവത്തുൽ മുജാഹിദീൻ ഉണ്ടോ ഈ സലഫി നിലപാടിൽ? അഹ്ലുസുന്നത്തിന്റെ ഈ നിലപാടിൽ മുജാഹിദ് പ്രസ്ഥാനമുണ്ടോ? അത് ഇസ്ലാഹിയ്യത്താണ്, അത് സലഫിയ്യത്തല്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാഹിയ്യത്തിന്റെ തെറ്റായ സമീപനമാണ് തെളിവ് പിടിക്കുന്നിടത്ത് അവർ കൈക്കൊള്ളുന്നത്. എന്താണ് അവരുടെ അടുക്കുള്ള തെറ്റ്? ഒന്ന്, തഖ്ദീമുൽ അഖ്ലി അലൻ നഖൽ. തഖ്ദീമുൽ അഖ്ലി അലൻ നഖൽ. ബുദ്ധിയും പ്രമാണവാക്കും ഒരുമിച്ച് ഏറ്റുമുട്ടിയുന്ന ചില സന്ദർഭങ്ങൾ വരും. അങ്ങനെ വരുന്ന സമയത്ത് തൽക്കാലം
പ്രമാണവാക്യങ്ങളെ അത് വഴഞ്ഞ് മാറ്റിവെക്കും, അല്ലെങ്കിൽ ചെരിച്ചു വെക്കും, അല്ലെങ്കിൽ മറികടക്കും, അല്ലെങ്കിൽ അതിനങ്ങോട്ട് മേലോട്ടുന്തിയിട്ട് അടിയിലൂടെ നൂണങ്ങോട്ട് പോകും. അങ്ങനെ ബുദ്ധിയെ അവരണ്ട് രക്ഷിക്കും. ഇതാണ് അവരുടെ പരിപാടി. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി ആജ്ഞാപിച്ചു, യാ അയ്യുഹല്ലദീന ആമനു നാദാഹുമുല്ലാഹു ബിഇസ്മിൽ ഈമാൻ. ഈമാനിൽ തൊട്ട്, ഈമാനിന്റെ പേരും പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. വിശ്വാസമുള്ള ജനങ്ങളെ, ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലിഹി, അല്ലാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും മുന്നിൽ നിങ്ങൾ ഒരിക്കലും തന്നെ മറികടന്നുകൊണ്ടൊരു കാര്യവും ചെയ്യരുത്, ഒരു കാര്യവും നിങ്ങൾ പറയരുത്, സ്വീകരിക്കരുത്. വത്തഖുല്ലാഹ്, അല്ലാഹനെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. അല്ലാഹ് ഒരു കാര്യം പറഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ അതിനെ മറികടക്കരുത്. മറികടക്കാൻ എന്താണ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്? നിങ്ങളുടെ അല്പബുദ്ധി. ആ അല്പബുദ്ധി അത് അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ എന്റെ അല്പബുദ്ധിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്ത് ബുദ്ധി? അല്ലത്തി ലം തതശറഫ് ബിശറഫിൽ ഈമാൻ, ഈമാനിന്റെ ശ്രേഷ്ഠത കൊണ്ട് വെളിച്ചം കിട്ടാത്ത ആ ബുദ്ധി, അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ ബുദ്ധിയെ തെറ്റിദ്ധരിക്ക്. ഇസ്തഹിം അഖ്ലക്, ബുദ്ധിയെ നീ തെറ്റിദ്ധരിക്കൂ. നിന്റെ കാലിന്റെ കീഴിൽ കൊണ്ടുവന്നിട്ട് അതിനെ ചവിട്ടി മതിക്കൂ. ബുദ്ധി മാറി നിൽക്കൂ. എനിക്ക് വലുത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്, അവനിൽ നിന്ന് വന്നിരിക്കുന്ന ആസാറുകളാണ്, അഖ്ബാറുകളാണ്, റിവായത്തുകളാണ്, അല്ലാതെ ബുദ്ധിയല്ല. നമ്മൾ നിരന്തരമായി ഭൗതികതയോട് കാണിക്കുന്ന സമ്പർക്കത്താലും തെറ്റായ ഭൗതിക പശ്ചാത്തലത്തോടുള്ള നിരന്തരമായ ഇടപഴകൽ കാരണത്താലും ബുദ്ധിക്ക് അപജയം സംഭവിച്ചു. ബുദ്ധി കറപ്റ്റഡായി തീർന്നു. ബുദ്ധി പല രൂപത്തിലും മലിനീകരിക്കപ്പെട്ടു. ആ ബുദ്ധിക്ക് ചില സത്യങ്ങൾ അസത്യമായി തോന്നും, ചില കളവുകൾ സത്യമായി തോന്നും. എങ്കിൽ ആ ബുദ്ധിയെ നിങ്ങൾ മാറ്റി നിർത്തണം. ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലിഹി വത്തഖുല്ലാഹ ഇന്നല്ലാഹ സമീഉൻ അലീം. അല്ലാഹനെ സൂക്ഷിക്കുക, അല്ലാഹു സമീആണ്, അലീമാകുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സിദ്ദീഖുൽ അക്ബറാക്കിയത്. നമുക്കറിയാവുന്നതാണ്. മിഅ്റാജിന്റെ സന്ദർഭത്തിൽ ആ കാര്യം പറഞ്ഞപ്പോ വിശ്വസിച്ച കുറെ ആൾക്കാർ തന്നെ ഇസ്ലാമിൽ നിന്ന് തിരിച്ചുപോയി, ഫിത്നയിൽ അകപ്പെട്ടു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് കേട്ടപ്പോ അദ്ദേഹം പറഞ്ഞത് എന്താണ്? എന്നാൽ ഇന്നി ലഉസദ്ദിഖുഹു ബിമാ ഹുവ അബ്അദു മിൻ ദാലിക്, അതിനേക്കാളും വിചിത്രമെന്നോ വിദൂരമെന്നോ അസംഭവ്യമെന്നോ അസാധ്യമെന്നോ കരുതുന്ന കാര്യങ്ങളിൽ ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യപ്പെടുത്തിയിട്ടുള്ളവനാണ്. അവിടുന്ന് അത് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് സത്യമാണ്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം നമ്മൾ ഇങ്ങനെ എടുത്തു നോക്കുകയാണെങ്കിൽ, ഈ ബുദ്ധിയെ ഒരു കാരണവശാലും നമുക്ക് ബുദ്ധി പ്രമാണങ്ങളെ തള്ളിക്കളയുന്നതിന് ഒരു ന്യായമല്ല. ഇവിടെ തള്ളിക്കളയുന്ന കാര്യം ഏത് നിങ്ങൾ ചോദിക്കും. ഒന്ന്, ഇപ്പൊ ജിന്ന്, സിഹ്റ്, പിശാചി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. നാട്ടിലാകെ ജിന്ന് പരസ്പരം പറയുന്നത് കേട്ടാൽ ഒരു വിഭാഗം അവരുടെ പെരയിൽ അവർക്ക് ജിന്ന്, സിഹ്റ്, സിഹർ നടത്തുന്ന പണിയാണെന്ന് തോന്നും. മറ്റൊരു വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞത് കേട്ടാൽ അവർക്ക് ജിന്നിലും സിഹറിലും വിശ്വാസം തന്നെ നഷ്ടപ്പെട്ട മാതിരി തോന്നും. എത്രത്തോളം ഉണ്ട് ഇല്ല എന്നുള്ളത് അല്ലാഹു യുഹാസിബുഹും, ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ആ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം അല്പം ഒരു വിശദീകരണം ഒരിക്കൽ ഒരു ദർസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടായിരിക്കും. എന്ത് തന്നെയാണെങ്കിലും ശരി, രണ്ട് വിഭാഗവും ഒരുപോലെ ജിന്നിനെ സംബന്ധിച്ചും പിശാചിനെ സംബന്ധിച്ചും സിഹറിനെ സംബന്ധിച്ചും വന്ന ആയത്തുകളും ഹദീസുകളും കൃത്യമായി വായിച്ച് സഹാബികൾ മനസ്സിലാക്കിയ പോലെ, നബി പഠിപ്പിച്ചു കൊടുത്തിട്ട് സഹാബികൾ മനസ്സിലാക്കിയ പോലെ അത് മനസ്സിലാക്കാൻ, അത് ജനങ്ങളുടെ മുന്നിൽ തുറന്നു പറയാൻ രണ്ട് കൂട്ടർക്കും ധൈര്യമല്ല. ഒരു കൂട്ടര് പച്ചക്ക് നിഷേധിക്കും, മറ്റൊരു കൂട്ടര് ചിലത് വേണമെന്ന അഭിപ്രായക്കാരുണ്ട്, വേണ്ടാന്നുള്ള അഭിപ്രായക്കാരുണ്ട്. ഇപ്പോ നദ്വത്തുൽ മുജാഹിദീന്റെ ഒരു വിഭാഗം, വിഭാഗം എന്ന് ഞാൻ പറയട്ടെ, ആ വിഭാഗത്തിന് കുറെ ആളുകൾക്ക് എനിക്കറിയാം വ്യക്തിപരമായ ബന്ധം കൊണ്ട് തന്നെ ഇതൊക്കെ ഉണ്ട്, കാരണം ഇതൊക്കെ തെളിവുകളിൽ സ്ഥിരപ്പെട്ടതാണ് എന്ന് കാണുമ്പോൾ അവരതിനെ അംഗീകരിക്കും. പക്ഷേ ഔദ്യോഗിക ബോഡിയിലെത്തുമ്പോൾ മറ്റു ചില ഏമാനന്മാര് കണ്ണുരുട്ടും. പറഞ്ഞാൽ അവരെ എന്താണ് ഈ കണ്ണുരുട്ടുന്നതിന്റെയും ഈ പേടിക്കുന്നതിന്റെയും കാരണം? അവിടെ ഇരിക്കുന്ന ചില ആളുകളുടെ ബുദ്ധിക്ക് അത് യോജിക്കുന്നില്ല. അവരുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ
അവരുടെ ഈ ബുദ്ധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൗതികതയുടെ അതിപ്രസരം കൊണ്ട് ദുഷിച്ചു നാറിയ ബുദ്ധിയാണ് എന്നല്ല. ഈമാൻ, ഈമാനിന്റെ ശ്രേഷ്ഠത കൈവന്നിട്ടില്ലാത്ത ബുദ്ധിയാണ്. ഈമാൻ, ഒരാള് മുഅ്മിനാകാനുള്ള ഒന്നാമത്തെ നിബന്ധന എന്താണെന്നറിയുമോ? കമാ ഖാല അല്ലാഹു തബാറക വതആല ഫിൽ ഖുർആൻ ഫി അവ്വൽ സൂറത്തുൽ ബഖറ. ഖുർആനിൽ സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ തന്നെ അല്ലാഹു പറഞ്ഞു, അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ് ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഈ മഹത്തായ ഗ്രന്ഥം അത് മുത്തഖീങ്ങൾക്ക് ഹുദയാണ്, ഒട്ടും സംശയമില്ല. ആരാണ് ഈ മുത്തഖീങ്ങൾ? ആർക്കാണ് ഹിദായത്ത്? മുത്തഖീങ്ങൾ ആരാണ്? മുത്തഖീങ്ങൾ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. അവരവരുടെ ബുദ്ധി കൊണ്ട് ബോധ്യപ്പെടുന്ന കാര്യം വിശ്വസിക്കുന്നവരല്ല, ബുദ്ധിക്കപ്പുറമുള്ള അദൃശ്യമായ മനുഷ്യന്റെ അറിവുകൾക്ക് അനുഭവങ്ങൾക്ക് വിധേയമാകാത്ത അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. പക്ഷേ ഈ കാര്യം അവർക്ക് റെഡിയില്ല. അവരെന്ന് പറഞ്ഞാൽ ജിന്നിനെ കുറിച്ചൊരു കാര്യം പറഞ്ഞാൽ, ഇപ്പോ ഒരാൾ ബിസ്മില്ലാതെ ഭക്ഷണം കഴിച്ചു എങ്കിൽ പിശാച്ച് അവന്റെ കൂടെ ഭക്ഷണം കഴിക്കും എന്നൊരു ഹദീസ് വന്ന പിശാച്ചിങ്ങനെ കുത്തിരുന്ന് തിന്നല്ലേ. അങ്ങനെ അയാൾ അവസാനം എന്ത് ചെയ്തു? അവസാനം ബിസ്മില്ലാഹി ഫി അവ്വലിഹി വ ആഖിരി, അല്ലെങ്കിൽ ബിസ്മില്ലാ അവ്വലഹു വ ആഖിറഹു എന്ന് പറയുകയാണെങ്കിൽ പിശാച്ച് തിന്നത് പിശാച്ച് ഛർദ്ദിക്കേണ്ടി വരും. ഛർദ്ദിച്ച പാത്രത്തിലായില്ലേ, പിന്നെ വൃത്തിയായി തിന്ന എന്ന് പറഞ്ഞിട്ട് കളിയാക്കും. ഇങ്ങനെ അതിനെ നിഷേധിക്കുകയും അതിനെ പരിഹരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം. എന്നാൽ ആണത്തത്തോട് കൂടിയിട്ട് അവരുടെ മുഖത്ത് നോക്കിയിട്ട് എടോ തെറ്റാണത്, ഇത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഹദീസാണ്, സ്വീകരിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ഈമാനിന്റെ ആദ്യത്തെ ഷർത്ത് പൂർത്തീകരിക്കാത്തവരാവില്ലേ എന്ന് പറയാൻ ഇവർക്കും നട്ടലില്ല. എന്തേ? അവരുടെ ബുദ്ധി ഈ ഭൗതികതയുടെ അതിപ്രസരം കൊണ്ട് ദുഷിച്ച് കെട്ടുനാറി ചീഞ്ഞുനാറി. വലത്തത്ത് ഷറഫിന്റെ ഈമാൻ, ഈമാനിന്റെ ശ്രേഷ്ഠത അതിനൊരിക്കലും അതിന്റെ തിളക്കം അതിന്റെ വെളിച്ചം അതിന് കൈവന്നിട്ടില്ല. ഇവിടെ അലൈസ മിൻകും റജുലുൻ റഷീദ് സ്ഥിതി കണ്ടാൽ ചോദിക്കാൻ തോന്നും, ഒരു തന്റേടം ഒരു കുട്ടിയില്ല നിങ്ങളുടെ കൂട്ടത്തിൽ? അവിടെയൊക്കെ എത്ര നൂറുകണക്കിന് ഹദീസുകൾ, നൂറുകണക്കിന് സഹിഹായ ഹദീസുകൾ, മിനൽ അഹാദീസ് അൽ മുസ്തഫീമ അൽ മുതവാത്തിറ, അങ്ങനെയുള്ള ഹദീസുകൾ ഇവരുടെ ബുദ്ധിക്ക് യോജിക്കാത്തത് കൊണ്ട് മാത്രം വലിച്ചെറിയുന്ന സ്ഥിതിവിശേഷം നമ്മൾ കാണുകയാണ്. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി ദജ്ജാലിന്റെ കാര്യം എടുത്തു നോക്കുക. ദജ്ജാൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പണ്ട് ഉസ്താദുൽ ഇമാം മുഹമ്മദ് അബ്ദു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അത് ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. അതാണ് ദജ്ജാൽ. എന്താണ് ആ ദജ്ജാൽ? ദജ്ജാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രതീകമാണ്, അതൊരു വ്യക്തിയല്ല. എന്താണ് പ്രതീകം? അത് പ്രതീകം എന്ന് പറഞ്ഞാൽ ദജ്ജലിന്റെയും ഖുറാഫാത്തിന്റെയും ഹുദാബുലാത്തിന്റെയും അന്ധവിശ്വാസങ്ങളുടെയും അതുപോലെ തന്നെ മൂഢസങ്കല്പങ്ങളുടെയും കള്ളത്തരത്തിന്റെയും പൊള്ളത്തരത്തിന്റെയും ഒരു പ്രതീകമാണ്. പ്രതീകം മനസ്സിലായോ എന്ന് മുഹമ്മദ് അബ്ദു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ദജ്ജാലിനെ അങ്ങനെ ഇവർക്ക് പല ആൾക്കാരും എഴുതുക, പല ആൾക്കാരും പ്രസംഗിക്കുക. ഏതെങ്കിലും ഒറ്റപ്പെട്ട വ്യക്തികൾ അതിലില്ലാന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, അങ്ങനെ ഉണ്ടാവട്ടെ, ബാക്കിയുള്ളവരിലേക്ക് വരട്ടെ എന്നല്ലാതെ ഈ വർത്താനം കൊണ്ട് ഇനി ഇതിനെതിര് പറഞ്ഞിട്ട് കുറച്ചും കൂടി ആയത്തും ഹദീസും ദുർവ്യാഖ്യാനിക്കുന്നവർക്ക് എത്തണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്, എന്റെ ഇഖ്വാനുകളെ അല്ലാഹുമ്മ റുദ്ദഹും മിനൽ ഇസ്ലാമി റദ്ദൻ ജമീല, നല്ല നിലയ്ക്ക് ഇസ്ലാമിലേക്ക് വരുത്തണേ എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതിന്റെ പ്രാർത്ഥന അതാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നൂറുകണക്കിന് ദജ്ജാൽ മാത്രമല്ല. ഇനി മഹദിന്റെ വിഷയം പറയുകയാണെങ്കിലോ, മഹദിന്റെ വിഷയം പറയുകയാണെങ്കിൽ ഏതോ ചില മുബ്തദിഈങ്ങൾ പറഞ്ഞു, മഹദിയെ സംബന്ധിച്ചുള്ള റിവായത്തുകൾ മുഴുവനും പരിശോധിച്ചാൽ അതിലൊക്കെ ഒരു ക്രൈസ്തവൻ മുസ്ലിമായ ആളുണ്ട്, അതുകൊണ്ട് സ്വീകരിക്കാൻ പറ്റൂല. അങ്ങനെ അല്ലാത്ത സനദുകൾ വേറെയുണ്ട്. അത് മാത്രമല്ല, ഈ ഇൽമിന്റെ ഉലമാക്കളുടെ അടുക്കൽ അഥവാ മുഹദ്ദിസീങ്ങളുടെ അടുക്കൽ അറിയപ്പെട്ടതും അതുപോലെ തന്നെ സഹാബത്തിന്റെ അടുക്കൽ അറിയപ്പെട്ടതും താബിഈങ്ങളുടെ അടുക്കൽ അറിയപ്പെട്ടതുമായ ഹദീസാണ്. അത് ഉമ്മത്ത് തലഖത്തുൽ ഉമ്മത്തു ബിൽ ഖബൂൽ, ഈ ഉമ്മത്ത് മുൻതലമുറക്കാര് നല്ല നിലക്ക് സ്വീകരിച്ചു പോന്നിട്ടുള്ളതാണ്. പക്ഷെ മഹദി പറയാൻ ധൈര്യമുണ്ടോ? ഏതെങ്കിലും വ്യക്തിന്റെ മനസ്സിൽ അല്പം ഉണ്ടാകും മഹദി ഉണ്ട്, പക്ഷെ പറയില്ല. എന്ത്? അവൻ പിന്തിരിപ്പൻ, അവൻ യുക്തിരഹിതൻ, അവൻ പുരോഗമനവാദിയല്ല. അവൻ അടുത്ത ആഴ്ച വെള്ളിയാഴ്ച ഖുതുബക്ക് വിളിക്കൂല. മൗലവി അടുത്ത വെള്ളിയാഴ്ച ഞങ്ങൾ ഖുതുബക്ക് പറഞ്ഞ് നിർബന്ധമല്ല കേട്ടോ, സുന്നത്തുണ്ടാകുമെന്നാണോ ആ മാതിരി കിട്ടും ഫോണിൽ കൂടി പറയും. ആ പേടിയോണ്ടാണ് ഇവരാരും പറയാത്തത്. ദീനിനെ വ്യവസായവൽക്കരിച്ചൊരു ദോഷം ഇതിന് കടന്നു വരുന്നുണ്ട്, അത് വേറെ വിഷയമാണ്. ഇനി അത് പോട്ടെ. ഈച്ചയുടെ ഹദീസ്, ഈച്ചന്റെ ഹദീസ്
അത് പറയാൻ ഇപ്പോഴും പേടിയാ പലർക്ക്. ഇനി അത് പറയണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് മാത്രം വിശ്വസിക്കുന്നു എന്ന് പറയാനുള്ള തന്റെ ഇടവും നട്ടെല്ലവും പുലർത്താതെ ഏതെങ്കിലും ശാസ്ത്രത്തിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല, തെളിയിച്ച അപ്പതിന്റെ ആൾക്കാരാകാൻ ചിലരെ കിട്ടും. അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ തെളിയിക്കാത്ത ചില കാര്യങ്ങൾ ഇവര് ജൽപ്പിച്ചുണ്ടാക്കിയിട്ട് അതിന്റെ പേരിൽ അതിനെ സ്വീകരിപ്പിക്കും. ഹദീസ് സ്വീകരിക്കണമെങ്കിൽ ശാസ്ത്രം, അതുപോലെ തന്നെ പല്ലിനെ പറ്റിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല്ലിയെ കൊല്ലാൻ ഒരു പ്രത്യേക വഴി തന്നെ ഉണ്ടായിരുന്നു. ഹദീസിലില്ലേ? പല്ലിയെ കൊല്ലാൻ വേണ്ടിയുള്ള ഹദീസ് ബുഖാരിയിലില്ലേ? എന്റെ ആ ജീവികളിൽ ചിലത് അത് ഹബീസായിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ഫാസിഖ് ഫുവൈസിഖ് എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ യുക്തി അഥവാ ഒരു പക്ഷെ നിങ്ങളുടെ ബുദ്ധിക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇത്തഹിം അഖ്ലക്, നീ എന്ത് ചെയ്യ്, നിന്റെ ബുദ്ധിക്ക് എന്തോ താറാറുണ്ട്. ഇവിടെ കാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ആളുകൾ നിരീക്ഷണം നടത്തിയപ്പോൾ അല്ലെങ്കിൽ പരീക്ഷണം നടത്തിയപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ളൂ. ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളും കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവന്മാർക്ക് ബോധ്യപ്പെടണം എന്ന് അല്ലാഹു നിർബന്ധം പുലർത്തിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് അവർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് മാത്രം മനസ്സിലാക്കുക, അല്ലാതെ അതിനെ തള്ളാൻ പറ്റൂല. കണ്ണേറിന്റെ കാര്യം, കണ്ണേറുണ്ട്, സത്യമായിട്ടുണ്ട് എന്ന് ഒന്ന് മിമ്പറും വന്ന് പറയാൻ രണ്ട് മുജാഹിദ് വിഭാഗത്തിലും എത്ര ആൾക്കാർക്ക് ധൈര്യം ഉണ്ടാവും? അലായിനു ഹഖ്ഖുൻ എന്നുള്ളത് ഇമാം മുസ്ലിം മുതൽ ഇങ്ങോട്ടുള്ള ദവാവീനുൽ ഹദീസ് കുല്ലിഹ, മുഴുവൻ ഹദീസ് സമാഹാരങ്ങളിലും ആ ഹദീസില്ലേ. പക്ഷെ കണ്ണേറുണ്ട് എന്ന് പറയാൻ ആർക്കാ ധൈര്യം? കാരണം പിന്തിരിപ്പനാകും. കാരണം ബുദ്ധിക്കെതിര്. അപ്പൊ ബുദ്ധിയെ എപ്പോഴും നസലിനേക്കാൾ ഇവർക്ക് അഖലാ വലുത്. നസല് റിവായത്തല്ല വലുത്, ഇവർക്ക് അവരുടെ അഖലാണ്. ഏത് അഖല്? ഇവരുടെ ഈ നശിച്ച ബുദ്ധി, ഈമാനിന്റെ ശറഫ് വരാത്ത ബുദ്ധി. اتفق أهل الملة الإسلامية إلا قليلا ممن لا ينظر إليه على أنه إذا تعارض العقل والنقل أخذ بما دل عليه العقل. മുഹമ്മദ് അബ്ദു നമ്മളെ ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന് ഒരാമുഖം എന്നിട്ട് കുട്ടശ്ശേരി എഴുതിയ പുസ്തകം. അത് ഇപ്പോഴത്തെ ഈ ചേരിതിരിവുകൾക്കൊക്കെ മുമ്പ് അവിഭക്ത ഇസ്ലാഹി പ്രസ്ഥാനം വളരെ വിലയോട് കൂടിയിട്ട് കണ്ട് പ്രസിദ്ധീകരിച്ച ബുക്കാണ്. അതിൽ നിങ്ങൾ എടുത്തു നോക്കൂ, മുഹമ്മദ് അബ്ദു ആരാണ് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. മുഹമ്മദ് അബ്ദു കൂടിയാണ് നമ്മൾ ഇസ്ലാഹി പ്രസ്ഥാനം ഉണ്ടാക്കിയത്. അദ്ദേഹം ഉണ്ടാക്കിയ പ്രസ്ഥാനത്തിന്റെ തുടർച്ചയാണ്, അതിന്റെ എക്സ്റ്റൻഷനാണ്. ഇസ്ലാഹി പ്രസ്ഥാനം പിന്നിട്ട പാതകൾ, അത് ഇതേമാതിരി തന്നെ ഈ അവിഭക്ത ഇസ്ലാഹി പ്രസ്ഥാനം യുവത പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. ഇപ്പത്തെ അത് അവരുതാണ് ഇവരുതാന്നുള്ള ആ വർത്താനൊന്നുമില്ല. മൊത്തം അത് നിങ്ങൾക്ക് കാണും. ആരാണ് ഈ കൂരിരുട്ടിന് കുറച്ച് വെളിച്ചം എന്ന് പറഞ്ഞിട്ട് തന്നു. ആ വെളിച്ചം വിതറുന്ന ചില ആളുകളുടെ കൂട്ടത്തിൽ ഇബ്നു തൈമിയ്യ, ഇബ്നുൽ ഖയ്യിം, ഷൗക്കാനി, മുഹമ്മദ് അബ്ദുൽ വഹാബ്, മുഹമ്മദ് അബ്ദു. ഇന്ന ഈ മുഹമ്മദ് അബ്ദുവിന്റെ വാചകം അഹ്ലുൽ മില്ലത്തിൽ ഇസ്ലാമിയ, ഇസ്ലാമിക മതത്തിന്റെ ആളുകൾ എല്ലാവരും യോജിച്ചിട്ടുണ്ട് എന്ന് ഇയാൾ നുണ പറയാണ്. എന്തായി പറയണത്? ബുദ്ധിയും അഖലും തമ്മിൽ എതിരായി വരികയാണെങ്കിൽ അഖലിനെ മുന്തിക്കണം എന്നാണ് മൂപ്പര് പറയണത്. ബുദ്ധിനെ മുന്തിക്കണം. അങ്ങനെ ഒരിക്കലും മുന്തിക്കേണ്ടതില്ല. അങ്ങനെ മുന്തിക്കുകയാണെങ്കിൽ ഖുർആനിൽ തന്നെ ഒരുപാട് കാര്യം, ഒരു ഹദീസിന് നിങ്ങൾ അങ്ങനെ അഖലുകൊണ്ട് തട്ടുകയാണെങ്കിൽ ഖുർആനിലും അതുപോലെ തട്ടേണ്ട ഒരുപാട് കാര്യം, അഖല് കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. അത് നമ്മുടെ അഖലിന്റെ പരിമിതി. ഇനി അഖലുകൊണ്ട് നിങ്ങൾക്ക് അത് മാത്രമല്ല, ഈ ലോകത്ത് നടക്കുന്ന പല കാര്യത്തെ ഉൾക്കൊള്ളാൻ പറ്റില്ല. മതത്തിന്റെ മാത്രമല്ല, പ്രപഞ്ചത്തിൽ, മനുഷ്യന്റെ ശരീരത്തിൽ, മതത്തിൽ എല്ലാം ഒരുപാട് കാര്യം നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതുണ്ട്. കാരണം നമ്മളെ ബുദ്ധി അത്ര ചെറുതാണ്. എന്താണ് നമ്മളെ ബുദ്ധി എന്ന് പറയുന്നത്? അത്ര ദുർബലനാണ് മനുഷ്യൻ. ഈ കാര്യം നമ്മൾ അറിയണം. പിന്നെ അപ്പൊ അവര് തെളിവ് പിടിക്കണ ഒന്നാമത്തെ തെറ്റ്, അഹ്ലു സുന്നത്ത് അഖലിനെ ഒരിക്കലും മുന്തിക്കില്ല, നഖലിനെ മുന്തിക്കും. ഇവര് ഹദീസുകളോ അല്ലെങ്കിൽ മറ്റു പ്രമാണങ്ങളോ അവരുടെ അഖലുമായി ഏറ്റുമുട്ടാനിട വന്നാൽ, അവരുടെ ബുദ്ധിക്ക് യോജിക്കാത്തത് വന്നാൽ ഉടനെ തന്നെ അവര് അഖലിനെ മുന്തിക്കും, ആ നഖലിനെ മറികടക്കും, തള്ളിട്ടിട്ട് മുന്നോട്ട് പോകും. അതിനുള്ള കുറച്ച് ഉദാഹരണം ഞാൻ പറഞ്ഞുള്ളൂ. അതൊക്കെ എഴുതി വെച്ചതും പ്രസംഗിച്ചതും എടുത്തു ധരിക്കുക എന്നത് അഹ്ലു സുന്നത്തിന്റെ ഉസ്ലൂബിന് നിരക്കാത്തത് കൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല എന്ന് മാത്രം. 2, تأويل النصوص إذا تعارضت العقل أو العلم الحديث. ബുദ്ധിക്കോ ആധുനിക ശാസ്ത്രത്തിനോ എതിരാണെന്ന് കണ്ടാൽ ആയത്തുകളെയും ഹദീസുകളെയും ദുർവ്യാഖ്യാനിക്കും, പച്ചക്ക് ദുർവ്യാഖ്യാനിക്കും. ഇത് ആരുടെ പരിപാടിയാണെന്നറിയോ? അത് ജൂതന്മാരുടെ പരിപാടിയാണ്. വചനങ്ങളെ അതിന്റെ ശരിയായ വിവക്ഷയിൽ നിന്ന് തെറ്റിക്കുക എന്നത് ജൂതന്മാരുടെ പരിപാടിയാണ്. സൂറത്തു നിസായിൽ അല്ലാഹു പറഞ്ഞു, മിനല്ലദീന ഹാദു യുഹർരിഫൂനൽ കലിമ അൻ മവാദിഇ.
ജൂതന്മാരിൽ ഒരു വിഭാഗം ആളുകളുണ്ട്. അവർ വചനങ്ങളെ അതിന്റെ ശരിയായ സ്ഥാനത്ത് നിന്ന് തെറ്റിക്കുന്നവരാണ്. ഒന്നുകിൽ വാക്കിലെ ഒരക്ഷരം തിരുത്തും, അല്ലെങ്കിൽ ഒരു വാക്ക് തിരുത്തും, അല്ലെങ്കിൽ വാക്ക് തിരുത്തില്ല അതിന്റെ ആശയം തിരുത്തും. വയഖൂലൂന സമിഅനാ വഅസൈന, കേട്ടു പക്ഷെ നമ്മളെ കേൾക്കാൻ തയ്യാറില്ല, അനുസരിക്കാൻ തയ്യാറില്ല, ധിക്കരിച്ചു എന്ന് പറയും. വസ്മഅ ഗൈറ മുസ്മഇൻ, നീ കേൾക്കൂ എന്ന് പറയും. ഗൈറ മുസ്മഇൻ, നിനക്ക് കേൾക്കാൻ കഴിയാതിരിക്കട്ടെ, എതിർന്നുള്ള പ്രാർത്ഥന നടത്തും. വറാഇന, അതുപോലെ തന്നെ റായിന, ഞങ്ങളുടെ ഇടയ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഞങ്ങളെയും കൂടി പരിഗണിക്കുക എന്നതിന് അർത്ഥം വരാം. ഇങ്ങനെ ലയ്യം ദിയൽസിനെത്തിയും അവരുടെ ഭാഷ കൊണ്ട് അവരെ തിരിമറി കളിച്ചുകൊണ്ട്, വസായനം ഫിദ്ദീൻ, മതത്തെ അധിക്ഷേപിച്ചുകൊണ്ടും, വലവന്നഹു ഖാലു സമിഅനാ വഅതഅന, ഞങ്ങൾ കേട്ടു, അവിടുന്ന് പറഞ്ഞത് ഞങ്ങൾ കേട്ടു, ഞങ്ങളതനുസരിച്ചിരിക്കുന്നു. വസ്മഅ, നീ ഞങ്ങൾ പറയുന്നത് കൂടി കേൾക്കൂ. വന്നുർ, ഞങ്ങളെ കൂടി പരിഗണിക്കൂ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ലകാന ഖൈറൻ ലഹും, അതായിരുന്നു അവർക്ക് ഗുണകരമായത്. എന്നാൽ ഇതിനു പകരം ഇത്തരത്തിലുള്ള കോട്ടി മാറ്റലുകളാണ് ജൂതന്മാർ ചെയ്തത്. ദുർവ്യാഖ്യാനങ്ങളാണ്, വേദഗതികളാണ്, തിരുത്തലുകളാണ് അവർ നടത്തിയത്. ഇതേ സ്വഭാവത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഉദാഹരണമായിട്ട് ഈസാ നബിയുടെ ഇറക്കത്തെക്കുറിച്ച്, ഈസാ നബിയുടെ ഇറക്കത്തെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് അബ്ദു പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? അദ്ദേഹം പറഞ്ഞത് ഈസാ നബി ഇറങ്ങാന്ന് പറഞ്ഞാൽ ഒന്നും അത് അർത്ഥമാക്കുന്നത് ഈസാ നബി ഇറങ്ങൂല എന്നാണ്. ഈസാ നബി ഇറങ്ങൂല എന്ന് മാത്രമല്ല, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈസാ നബിയുടെ മതത്തിന്റെ ചൈതന്യം എന്താണോ ആ ചൈതന്യം ലോകത്ത് വീണ്ടും തിരിച്ചു വരും. കണ്ടോ? അങ്ങനെ വ്യാഖ്യാനിച്ചു. ഈസാ നബി പ്രബോധനം ചെയ്ത മതത്തിന്റെ മഹബത്ത്, സലാമത്ത്, റൗഫത്ത്, സ്നേഹം, ദയ, വായ്പകൾ, കനിവ്, ഈ സന്ദേശം ലോകത്ത് വ്യാപിക്കുമെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന മുഹമ്മദ് അബ്ദു വ്യാഖ്യാനിച്ചത്. അതുപോലെ തന്നെ ഏതെല്ലാം കാര്യങ്ങൾ ഇപ്പോ സാധാരണ ജിന്നിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ പറഞ്ഞോ ആ ജിന്നിനെ സംബന്ധിച്ച് പറഞ്ഞൊക്കെ ജിന്ന് എന്നുള്ളത് പാമ്പിനും അറബിയിൽ ജിന്നിന് ഉപയോഗിക്കും, പട്ടിക്കും ജിന്ന് എന്നുള്ളത് ഉപയോഗിക്കും, അതുപോലെ ഫംഗസിന് ഉപയോഗിക്കും, സൂക്ഷ്മജീവികൾക്ക് ഉപയോഗിക്കും. അതുകൊണ്ട് സൂക്ഷ്മജീവികളാണ് മിക്കവാറും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ അങ്ങോട്ട് പറഞ്ഞു പോകും. ഇങ്ങനത്തെ വ്യാഖ്യാനങ്ങൾ അതെന്തിനാണ് വ്യാഖ്യാനിക്കുന്നത്? അത് അവരുടെ ബുദ്ധിക്ക് എതിരാൻ തോന്നുമ്പോൾ അവരുടെ ബുദ്ധിക്ക് സ്വീകരിക്കാവുന്ന വിധത്തിൽ അതിനെ കോട്ടിമാറ്റി വേറൊന്നുണ്ടാക്കി തീർക്കും. അല്ലെങ്കിൽ ശാസ്ത്രത്തിനെതിരാന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതാണ്, പക്ഷെ ചുരുക്കി പറഞ്ഞു പോകുകയാണ്. തെളിവെടുക്കുന്നിടത്തുള്ള രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ബുദ്ധിയും അതുപോലെ തന്നെ റിവായത്തുകളും തമ്മിൽ എതിരാണെന്ന് തോന്നിയാൽ ഉടനെ റിവായത്തുകളെ മറികടന്ന് ബുദ്ധിയുമായി മുന്നോട്ട് പോകും. രണ്ട്, ആധുനിക ശാസ്ത്രത്തിനോ ബുദ്ധിക്കോ റിവായത്ത് എതിരാണെന്ന് കണ്ടാൽ, ആസാറുകൾ എതിരാണെന്ന് കണ്ടാൽ ആ ആസാറുകളെ അവർ ദുർവ്യാഖ്യാനിക്കും. ഇനി മൂന്നാമത്തേത്, അഹ്ലുസുന്ന തെളിവുകൾ സ്വീകരിക്കുന്നതിന് പറഞ്ഞിട്ടുള്ള ഒരു ഉസൂലും ഒരസുലും മാനദണ്ഡവും ഇവർ പാലിക്കാറില്ല. അഹ്ലുസുന്ന പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, സഹാബത്തിന്റെ ഫഹ്മിലേക്ക് മടക്കണം. സഹാബത്തിന്റെ ഫഹ്മിലേക്ക് മടക്കുവോ? ഒരിക്കലും മടക്കൂല എന്നുള്ളതിന് എത്ര വേണമെങ്കിലും ഏത് തരം കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും. ഒരു ചെറിയ കർമ്മശാസ്ത്രപരമായ കാര്യം പറയട്ടെ. ഇപ്പോ ഖുനൂത്ത്, സുബഹിക്ക് ഖുനൂത്ത് പാടില്ല, അത് തെറ്റാണ്. കാരണം അതിന് ഹദീസുകൾ സ്ഥിരപ്പെട്ടിട്ടില്ല. എന്നാൽ വിത്റിന്റെ ഖുനൂത്ത് ഉണ്ട് എന്ന കാര്യം സ്ഥിരപ്പെട്ടിട്ടുള്ളതുമാണ്. ആ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യം സഹാബത്ത് ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നടത്താൻ വേണ്ടി ഹസൻ റളിയല്ലാഹു അൻഹുവിന് ഖുനൂത്തിന്റെ പദങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ആ റിവായത്തുണ്ട്. അതിന്റെ പുറമെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം രണ്ടാമത്തെ ഖലീഫയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എന്റെ ശേഷം വരുന്ന രണ്ടു പേരെ അഥവാ അബൂബക്കറിനെയും ഉമറിനെയും നിങ്ങൾ പിന്തുടരണം. അതുപോലെ തന്നെ എന്റെ ശേഷം വരുന്ന ഖലീഫമാരെ അവരുടെ ചര്യ നിങ്ങൾ മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞ ഉമർ ഖത്താബ്, അദ്ദേഹം ഇമാമത്ത് നിർത്തി സലീമുദ്ദാരിയെയും ഉബയ്യ് ഇബ്നു കഅബിനെയും ഇമാമ് നിർത്തിക്കൊണ്ട് ജമാഅത്തായിട്ട് രാത്രി നമസ്കാരം പുനഃസംഘടിപ്പിച്ചപ്പോൾ അവരെന്താ ചെയ്തത്? ഖുനൂത്ത് ഓതിയല്ലേ? ഖുനൂത്ത് ഓതി. പക്ഷെ എന്നാലും അത് നമ്മൾ ഇനി ഖുനൂത്ത് ഓതിയാൽ നമ്മള് പണ്ട് പറഞ്ഞത് മാറ്റി പറയാണ് എന്ന് പറയും. അതുകൊണ്ട് ഓതണ്ട, നിങ്ങൾക്ക് അതിന് രണ്ട് വിഭാഗത്തിൽ നിന്നും അങ്ങനെ നിങ്ങൾ ചെയ്തോളി എന്നുള്ള ഒരു കാര്യത്തിന് ഒരിക്കലും ഗ്രീൻ സിഗ്നൽ കിട്ടൂല. രണ്ടാമത്, ആ ഗ്രീൻ സിഗ്നൽ കൊടുക്കല്ല വേണ്ടത്. ഈ വിഷയത്തിൽ ഇങ്ങനെയാണ് തെളിവ്, സഹാബത്തങ്ങനെ ചെയ്തിട്ടുണ്ട്, അതിനാൽ നമ്മളത് ചെയ്യണം എന്ന് നട്ടല്ലോട് കൂടി പറയാൻ ഇല്ലേ, അതിന് കഴിയില്ല. കാരണം ഉസൂലുകളൊന്നും അവർ പാലിക്കില്ല. അവർക്കൊരു അസുലേ ഉള്ളൂ, നമ്മളെ സംഘടന ഈ വെൽറ്റഡ് ഓർഗനൈസേഷൻ എന്ന ഇമേജ് ക്രിയേറ്റ് ചെയ്യണം.
രണ്ടാമത്തെ ഒരു കാര്യം, അവരുടെ രണ്ടാമത്തെ ലക്ഷ്യം, നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം തിരുത്തിയാൽ ഒരിടയ്ക്ക് തിരുത്തും. ഇതുണ്ടല്ലോ, ഇതാണ് അഹ്ലുൽ അഹ്വാഇ വൽ ബിദ്അന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം. ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു കക്ഷി ഹവയുടെയും ബിദ്അത്തിന്റെയും ആളാണ് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവ്, സത്യം കണ്ടു കഴിഞ്ഞാൽ ആ സത്യത്തിലേക്ക് മടങ്ങാതെ അവരാദ്യം പറഞ്ഞ തന്നെ പിടിച്ചു നിൽക്കലാണ്. മറിച്ച് സത്യത്തിന്റെ ആളുകളുടെ ലക്ഷണം, അവരൊരു പറഞ്ഞ ഒരു വാക്കിനെതിരിൽ സത്യം ആണ് മറ്റൊന്ന് എന്ന് തെളിവിലൂടെ കണ്ടാൽ ഉടനെ അവരവരുടെ വാക്കിൽ നിന്ന് മാറി സത്യത്തിലേക്ക് മടങ്ങുക ചെയ്യും. അതുകൊണ്ടാണ് ഇമാമിയങ്ങള് പലപ്പോഴും അവർ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളിൽ നിന്ന് ശരിയായ തെളിവ് കിട്ടുമ്പോൾ അതിലേക്ക് മടങ്ങുന്നത്. ഈ ഖുനൂത്തിലെ വിസ്റിനുള്ള തെളിവ് ആർക്കാ കിട്ടാത്തത്? ആർക്കാണ് ആ തെളിവ് കിട്ടാത്തതിന്റെ പേരിൽ? അല്ല, തെളിവ് കിട്ടിയാലും നമ്മളെ പാർട്ടിക്ക് അത് ഇമേജിന് മോശമാകുന്ന ഇറങ്ങാണ്ട് അത് ചെയ്യാതിരിക്കുന്ന രീതി, ഇങ്ങനെ എത്ര. ഞാൻ ഒരു കർമ്മശാസ്ത്രപരമായ കാര്യം പറഞ്ഞ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിൽ തങ്ങാൻ വേണ്ടിയിട്ട് മാത്രം കാര്യം പറഞ്ഞതാ. ഇങ്ങനെ 100 കണക്കിന് കാര്യങ്ങൾ ഒരു അസുലും നമ്മൾ പാലിക്കില്ല. പിന്നെ ഇങ്ങനെ ഈ 2-3 കാര്യങ്ങൾ മാത്രം തൽക്കാലം ഞാൻ സൂചിപ്പിക്കുന്നു. സഹാബത്തിന്റെ ഫഹ്മ്, അതനുസരിച്ച് ഖുർആനിന്റെയും ഹദീസിന്റെയും വചനങ്ങളെ നമ്മൾ ഗ്രഹിക്കണം, ഉൾക്കൊള്ളണം എന്ന് പറയുമ്പോൾ അത് ഒരു വിഭാഗം താത്വികമായി അംഗീകരിച്ചു പാതി വഴിയിൽ നിന്ന് പോയി, മറ്റൊരു വിഭാഗം തീരെ തന്നെ അത് അംഗീകരിക്കാതെ പിറകോട്ട് പോവുകയും ചെയ്തു. ഇത് സലഫിയത്തിന് തീർത്തും എതിരാണ്. അതുകൊണ്ട് തന്നെ പറയുന്നു, ഈ ഇസ്ലാഹി പ്രസ്ഥാനം അതിന്റെ 2 വിഭാഗവും ഒരിക്കലും സലഫിയത്തിലല്ല തെളിവ് പിടിക്കുന്ന രീതിയുടെ കാര്യത്തിൽ. അതുപോലെ തന്നെ ബുദ്ധിയും ആസാറുകളും തമ്മിൽ ഏറ്റുമുട്ടിയാൽ അവർ ആസാറുകളെ മാറ്റി നിർത്തി ബുദ്ധിയുമായി മുന്നോട്ട് പോകും. ഇത് യഥാർത്ഥത്തിൽ സലഫിയത്തിനും അഹ്ലുസുന്നത്തിന്റെ രീതിക്കും പുറത്താണ്, അവർ തെളിവ് പിടിക്കുന്നതിൽ നിന്ന് അപ്പുറത്താണ്. അതുപോലെ തന്നെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അല്ലെങ്കിൽ സലഫികൾ അവർ തെളിവ് പിടിക്കുന്നതിന് പറയപ്പെട്ടിരിക്കുന്നതായ നേരത്തെ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചിട്ടുള്ള ഉസൂലുകൾ, ആ ഉസൂലുകൾ ഒന്നും ഇവർ പാലിക്കുന്നില്ല. അവർക്ക് പാലിക്കാനുള്ളത് സംഘടനയുടെ ഇമേജ് മാത്രമാണ്. ഈ സ്ഥിതിയാണ്. ഇനി അത് തൽക്കാലം ഞാനത് വിശദീകരിക്കാതെ പോവുകയാണ്. മൂന്നാമത്തെ വിഷയം, അൽ വുളൂഹു ഫിൽ മനാഹിജ് വൽ മസാഇൽ അൽ അഖദിയ്യ വൽ അമലിയ്യ ഇൻദ അഹ്ലിസ് സുന്നഹ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അരികിൽ അഥവാ സലഫികളുടെ അരികിൽ വിശ്വാസപരവും കർമ്മപരവുമായ കാര്യങ്ങളിൽ, അതിന്റെ മസ്അലകളിലും അതിന്റെ മൻഹജുകളിലും വ്യക്തത ഉണ്ടാകും. അത് കൂടിക്കൊഴഞ്ഞ് ഒരു കാര്യം മനസ്സിലാകാതെ അവ്യക്തമായിട്ടോ കൂടിക്കൊഴഞ്ഞിട്ടോ അല്ല, കറുപ്പ് കറുപ്പായും വെളുപ്പ് വെളുപ്പായിട്ടും വർത്തിക്കും. അത് വളരെ വ്യക്തമാണ്. സത്യവും അസത്യവും തമ്മിൽ അവർ കൂട്ടിക്കുഴക്കില്ല, അവ്യക്തത അതിലുണ്ടാവില്ല. ഇതാണ് അഹ്ലുസുന്നത്തിന്റെ പ്രത്യേകത. നിങ്ങൾ നോക്കിക്കോ, ലോകത്ത് എവിടെ നിങ്ങൾ പോയി നോക്കിയാലും അഹ്ലുസുന്നത്തിന്റെ ആളുകൾ ദീനിയായ കാര്യങ്ങൾ പറഞ്ഞാൽ അവിടെ രാത്രി രാത്രിയും പകല് പകലുമാണ്, ഇരുട്ടും വെളുപ്പ് വെളുപ്പുമാണ്. അതല്ലാതെ കറുപ്പും വെളുപ്പും കൂടി കൂടിക്കലരുന്ന ഒരു രീതി, വേർപിരിയാത്തൊരു രീതി ഇല്ല തന്നെ. സത്യത്തിന്റെ വഴികൾ വളരെ കൃത്യമാണ്. കാരണം ഒരു വഴി ഉണ്ടാകുള്ളൂ, വമൽ ഹഖ്ഖു ഇല്ലാ വാഹിദ്. സത്യം ഏകതാനമാണ്, സത്യത്തിന്റെ വഴി ഒന്നു മാത്രമാണ്. എന്നാൽ അസത്യമാണെങ്കിലോ പലതാണ്, പല വഴികളാണ്. അത് നമുക്കറിയാവുന്ന പ്രസിദ്ധമായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മണലിലിരുന്നിട്ട് വരച്ചു കാണിച്ചു കൊടുത്ത ഹദീസ് ഏറെ തവണ നമ്മൾ കേട്ട ഹദീസിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ ഫതഫറഖ ബികും അൻ സബീലി എന്ന് പറയുന്ന ആയത്തിൽ അത് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളതുമായ കാര്യമാണ്. എന്നാൽ അതുകൊണ്ട് തന്നെ ഖുർആനിൽ അല്ലാഹു നമ്മളോട് പറയുന്നുണ്ട്, വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാത്തിൽ വതക്തുമുൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ. നിങ്ങൾ സത്യം അസത്യവുമായി കൂട്ടിക്കുഴക്കരുത്, നിങ്ങൾ സത്യത്തെ മറച്ചു പിടിക്കുകയും ചെയ്യരുത്. നിങ്ങൾ സത്യം അറിയുന്നവരായിരിക്കെ, സത്യം എന്ത് എന്ന് നിങ്ങൾക്കറിയുന്നവരായിരിക്കെ സത്യം മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കാതെ മറച്ചു പിടിക്കുകയോ അല്ലെങ്കിൽ സത്യവും അസത്യവും കൂട്ടിയിട്ട് കൂട്ടിക്കുഴക്കുകയോ ചെയ്യരുത്. ഇങ്ങനെ കൂട്ടിക്കുഴക്കാൻ പാടില്ല. മറിച്ച് സമ്പൂർണമായ വ്യക്തത, അത് സലഫിയത്തിന്റെ അഹ്ലുസുന്നത്തിന്റെ അടിസ്ഥാന സ്വഭാവങ്ങളിൽ ഒന്നാണ്. അത് ഉണ്ടായിരിക്കണം എന്ന കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറഞ്ഞു. ഇത് അൻതും ബിൽ ഉദ്വത്തി ദുനിയ വഹും ബിൽ ഉദ്വത്തിൽ ഖുസ്വ വറക്ബു അസ്ഫല മിൻകും വലൗ തബഅതും ലഖ്തലഫ്തും
ഫിൽ മിആദ് വലാകിൻ ലിയഖ്ളി അല്ലാഹു അംറൻ കാന മഫ്ഊല എന്ന യുദ്ധത്തിന്റെ പശ്ചാത്തലം വിശദീകരിച്ചതിന് ശേഷം പറഞ്ഞു ലിയഹ്ലിക മൻ ഹലക അൻ ബയ്യിന. ആരാണോ നശിക്കുന്നത് സത്യത്തിന്റെ മാർഗത്തിൽ വരാതെ കണ്ട് നശിച്ച് നരകത്തിലേക്ക് പോകുന്നത് ആരാണോ അവൻ നശിക്കുന്നത് നരകത്തിലേക്ക് പോകുന്നത് അൻ ബയ്യിന വളരെ വ്യക്തമായ തെളിവുകൾ കിട്ടിയതിനു ശേഷമായിരിക്കണം. വയഹ്യാ മൻ ഹയ്യ അൻ ബയ്യിന എന്നാൽ നശിക്കാതെ ദുനിയാവിലും നാളെ പരലോകത്തിലും നല്ല ജീവൻ അതിജീവനത്തിന്റെ മാർഗത്തിലേക്ക് ആരാണോ കടന്നു വരുന്നത് അവൻ കടന്നു വരുന്നതും അവ്യക്തതകളിലല്ല, കൂടിക്കുഴഞ്ഞ കാര്യങ്ങളിലല്ല, മറിച്ച് സ്വതസ്പഷ്ടമായ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള സ്ഫടികസ്പഷ്ടമായ കാര്യങ്ങളിലായിരിക്കേണ്ടതാണ്. അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ഇത് ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനത്തോട് എനിക്ക് വളരെ വിനയത്തോടു കൂടി ഉപദേശിക്കാനുള്ള വാക്ക് ഞാൻ പിൻവലിക്കുന്നു. അവരോട് എനിക്ക് അപേക്ഷിക്കാനുള്ള ഒരു കാര്യം ഇതാണ്. നിങ്ങളുടെ ദഅവത്തിൽ മതപരമായ കാര്യങ്ങളിൽ നിങ്ങൾ വ്യക്തത വരുത്തിയേ പറ്റൂ. ഇപ്പൊ എന്താ ചോദിച്ചാൽ ഒരു വിഷയത്തിലും എന്ത് ചോദിച്ചാലും 1 മണിക്കൂർ പ്രസംഗിച്ചാലും പ്രസംഗം ഗംഭീരാണെന്ന് മാർക്കിടാൻ പറ്റും. പക്ഷെ ഇന്ന് ചോദിച്ചതിന് ഉത്തരം കിട്ടും. നോക്കിക്കോളി നിങ്ങൾ. ഞാൻ പറയുമ്പോൾ ചിലർക്ക് ചില ചോദ്യ ഉത്തരമൊക്കെ മനസ്സിൽ വരുന്നുണ്ടാവും. ഞാൻ അതൊന്നും ഉദ്ദേശിച്ചിട്ടുള്ള മൊത്തം ഞാൻ കുറെ ആയിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അതിങ്ങനെ കൂടി കഴിഞ്ഞ് ഏച്ച് വലിച്ചിങ്ങനെ പോകും. എന്താണ് അവസാനം? ആകെ മൊത്തം എന്താണ്? കൊളാണ്, ടോട്ടൽ. അവസാനം എന്ത് പറഞ്ഞു? അത് അവിസ്യ എന്ന് പറഞ്ഞ മാതിരി. എന്താ അവിസ്യ? അതാർക്കും അറിയില്ല. ഈ സ്ഥിതിക്കാണ് കാര്യങ്ങൾ അങ്ങോട്ട് പോകണം. അതൊരിക്കലും പറ്റില്ല. ദീൻ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത എന്താണ്? ജവാമിഉൽ കലിം കൊടുത്തതാണ്. വളരെ കുറഞ്ഞ വാക്കിൽ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയും. അത് ചിലപ്പോ 2 തവണ ആവർത്തിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യം ശരിക്ക് ഗ്രഹിക്കുന്നതിന് വേണ്ടി ഈ വ്യക്തത നിങ്ങൾ ഉണ്ടാക്കണം. എന്നാൽ വകദാലിക നുഫസ്സിലുൽ ആയാതി വലിതസ്തബീന സബീലുൽ മുജ്രിമീൻ, അപ്രകാരം വചനങ്ങൾ വളരെ സവിശദമായി വളരെ വ്യക്തമായി നിങ്ങൾക്ക് നാം നൽകിയിട്ടുണ്ട്. അതെന്തിനു വേണ്ടി? വലിതസ്തബീന സബീലുൽ മുജ്രിമീൻ, അക്രമകാരികളുടെ കുറ്റവാളികളുടെ വഴി ഏത് എന്ന് നിങ്ങൾക്ക് വ്യക്തമാകാൻ. കാരണം കുറ്റവാളികളുടെ വഴി വ്യക്തമാകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു കാര്യം മനസ്സിലാകണമെങ്കിൽ അതിന്റെ അളുദാദ് ചിലപ്പോൾ തിരിയേണ്ടി വരും. ഇന്നമാ തൻഖുദു ഉറൽ ഇസ്ലാം ഉർവതൻ ഉർവ ഇദാ നശഅ ഫിൽ ഇസ്ലാം മൻ ലാ യഅരിഫുൽ ജാഹിലിയ്യ. ജാഹിലിയ്യത്ത് പറയുമ്പോഴേ ചിലപ്പോൾ ഇസ്ലാം മനസ്സിലാകുള്ളൂ. ജാഹിലിയ്യത്ത് അറിയാത്ത ആളുകൾ ഇസ്ലാമിൽ വളർന്നു വരുമ്പോൾ ഇസ്ലാമാകുന്ന കയറിന്റെ ഓരോ ചിറകളും അഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇത് വളരെ വ്യക്തമാകണം. ഇന്നത് ഇരുട്ടാണ്, ഇന്നത് വെളിച്ചമാണ്. ഖദ് തബയ്യന റുശ്ദ് മിനൽ ഗയ്, ഏതാണ് റുശ്ദ് ഏതാണ് ഗയ് വ്യക്തമാകണം. ഇങ്ങനെ നിങ്ങൾ വ്യക്തമാക്കി കൊടുക്കുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. അതിലേക്ക് ഞാൻ വരാം. ഇത് ഇത്രയും ആയത്തുകൾ ഞാൻ പറഞ്ഞതിന് പുറമെ ആയത്ത് മാത്രം പോരാ, ഹദീസ് നിങ്ങൾ കേൾക്കൂ. ഇബ്നു മാജ റിവായത്ത് ചെയ്യുന്ന ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു തആല അൻഹു റിവായത്ത് ചെയ്ത നേരത്തെ ഞാൻ വായിച്ച ഹദീസിന്റെ മറ്റൊരു പാഠഭേദം അത് നിങ്ങളെ ഞാൻ കേൾപ്പിക്കാം. وعظنا رسول الله صلى الله عليه وسلم موعظة ذرفت منها العيون ووجلت منها القلوب فقلنا يا رسول الله إن هذه لموعظة مودع فماذا تعهد إلينا قال قد تركتكم على البيضاء. അവിടുന്ന് ഉപദേശിച്ചത് യാത്ര പറഞ്ഞു പിരിഞ്ഞു പോകുന്ന ഒരാൾ നൽകുന്ന അന്ത്യോപദേശം പോലെയാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് നൽകുന്ന അവസാനത്തെ ഉടമ്പടി എന്താണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തറക്തുകും അലൽ ബൈദാ, നിങ്ങളെ ഞാൻ വിട്ടേച്ചു പോകുന്നത് ഇരുട്ടിലല്ല, അവ്യക്തതയിലല്ല, കൂടിക്കുഴഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയിലല്ല, മറിച്ച് വളരെ വ്യക്തമായ ശുഭ്രമായ ഒരവസ്ഥയിലാണ്, ഒരു വഴിയിലാണ് നിങ്ങളെ ഞാൻ വിട്ടേച്ചു പോകുന്നത്. ആ രാജമാർഗം ലൈലുഹാ കനഹാരിഹാ, അതിലെ രാത്രി പോലും പകല് പോലെയാണ്. എവിടെയും അവ്യക്തതകളില്ല, എവിടെയും ഇരുട്ടില്ല, എവിടെയും സുവ്യക്തമായ വെളിച്ചമാണ്, വ്യക്തതയാണുള്ളത്. ലാ യസീഗു അൻഹാ ബഅദി ഇല്ലാ ഹാലികുൻ, എന്റെ കാലശേഷം ഞാൻ കാണിച്ചു തന്ന ഈ സുവ്യക്തമായ മാർഗത്തിൽ നിന്ന്
രാത്രി പോലും പകലിനേക്കാളും പ്രശോഭനീയമായ ഈ വഴിയിൽ നിന്ന് തെറ്റിപ്പോകുന്നത് നശിച്ചവൻ മാത്രമേ ഉള്ളൂ. നശിക്കാൻ വേണ്ടിയുള്ള ചില ആളുകൾ ഉണ്ടാകും, അവർ നശിച്ചേ അടങ്ങുള്ളൂ. അങ്ങനത്തെ ആളുകൾ മാത്രമേ ഇതിൽ നിന്ന് തെറ്റിപ്പോവുകയുള്ളൂ. അപ്പോൾ അവിടുന്ന് നമ്മെ വിട്ടേച്ചു പോയ വഴിയെക്കുറിച്ച് എന്താ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു പോകുമ്പോൾ ഇവിടുത്തെ ഈ ഉമ്മത്തിന്, സ്വഹാബത്തിന് കൈമാറിപ്പോയ ദീൻ എന്ന് പറഞ്ഞാൽ അലൽ ബൈളാ മഹജ്ജത്തുൻ ബൈളാ ആണ്. ലൈലുഹാ കനഹാരിഹാ, അതിലെ രാത്രി പോലും പകലിനേക്കാളും പ്രശോഭനീയമാണ് എന്ന് മാത്രമല്ല, ലാ യസീഗു അൻഹാ ബഅദി ഇല്ലാ ഹാലിക്, ഒരു ഹാലിക്കല്ലാതെ മറ്റൊരാളും അതിൽ നിന്ന് തെറ്റിപ്പോവുകയുമില്ല. ഇത്രയും കൃത്യമായിട്ടുള്ള കാര്യമായിട്ട് എവിടെയാണ് വ്യക്തത? ആ വ്യക്തത ഞാൻ ഒന്ന് പറയട്ടെ. ഇവരടുക്കലുള്ളത് ജഹ്ല്. ഒന്നുകിൽ അവർക്ക് ആ വിഷയം അറിയില്ല, അതാണ് അധികം. രണ്ടാമത്തത് കെത്തുമാനുൽ ഹഖ്. ചിലർക്ക് അറിയുന്ന കാര്യം പറഞ്ഞാൽ പാർട്ടിയിൽ നിന്ന് പുറത്ത്, അങ്ങനത്തെ ഒരു സ്ഥിതിയുണ്ട്. പാർട്ടിയായപ്പോഴൊരു ഗുണാണത്. അങ്ങനത്തെ കുറെ ആളുകളെ എനിക്കറിയാം. അത് പറഞ്ഞാൽ പിന്നെ ഓനെ ഹുത്തുബക്ക് വിളിക്കൂല. അടുത്ത വെള്ളിയാഴ്ച നിങ്ങൾ ജുമാക്ക് വരേണ്ട നിർബന്ധമല്ല കേട്ടോ, പറമ്പ് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ സുന്നത്തെ കിട്ടുള്ളൂ എന്നുള്ളത്. അതാണ് അടുത്തത്. അല്ലെങ്കിൽ പിന്നത്തെ തവണ അങ്ങനെ വരുമ്പോ വേറെ ആൾക്കാർ മൂലക്കല്ലിട്ടോന്റെ നേരെ നോക്കിയിട്ട് ഇങ്ങനെ സ്വകാര്യം പറയും. ഓന് മറ്റവരോട് ഒരു ചായ്വുണ്ട്, ഓനിപ്പോ മറ്റേ ക്ലാസ്സിന് പോയിക്കണ്, മനസ്സിലായോ? അതുകൊണ്ട് അങ്ങനെയുള്ളവൻ അറിയെങ്കിലും ഒരു മൂളക്കാണ്. എന്തേ? ഒന്നുമില്ല. അതുകൊണ്ട് ഒന്നുകിൽ അറിയാത്തത്, ഇല്ലെങ്കിൽ അറിയണത് മറ്റുള്ളവരെ പേടിച്ചിട്ട്. പേടിക്കുന്ന ആൾക്കാർക്ക് ദീൻ പ്രബോധനം ചെയ്യാൻ അവകാശമില്ലാതെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരായത്തിന്റെ വിശദീകരണത്തിൽ ബോധ്യപ്പെടുത്തിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അതുപോലെ തന്നെ ഇനി പറയുകയാണെങ്കിലോ പറയുന്നവര് ഇല്ലണ്ട് എന്നോ ഉണ്ടില്ല എന്നോ അല്ലാതെ ഉണ്ട് ഇല്ല എന്ന് തീർത്ത് പറയാൻ കഴിയാത്ത ആൾക്കാരും കൂട്ടിച്ചേർത്തേ പറയുള്ളൂ. അങ്ങനെ ഒരു വിഷയം ഉണ്ടോ? ഇല്ലേ? ഉണ്ടില്ല. അല്ലെങ്കിൽ പറയില്ലണ്ട്. എന്താ പറഞ്ഞത്? ആർക്കും ശരിയില്ല. ഇതാണ് ലബ്സുൽ ഹഖ് ബിൽ ബാത്തിൽ. ഹഖും ബാത്തിലും തമ്മിൽ കൂട്ടിക്കലർത്തും. അല്ലെങ്കിൽ അറിയുന്ന ഹഖ് മറച്ചു പിടിക്കും, അല്ലെങ്കിൽ അറിയാതിരിക്കും. അധികവും അറിയാത്തതാണ്, ചിലത് മറച്ചു പിടിക്കുന്നതാണ്, ചിലത് കൂട്ടിക്കുഴച്ച് സങ്കീർണവൽക്കരിച്ച് ആളെ കുഴപ്പത്തിലാക്കുന്നതാണ്. ഒരു ഉദാഹരണം പറയട്ടെ. നദ്വത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ച, ഇപ്പൊ 2 പ്രസിദ്ധീകരണം ഉണ്ടാകും മദ്രസകളിൽ. രണ്ടാമത്തേനെ കുറിച്ച് എനിക്കറിയില്ല. ആദ്യത്തെ പുസ്തകങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ പുസ്തകങ്ങളിൽ ഇസ്ലാമിക വിശ്വാസവും സ്വഭാവവും 2ാം തരത്തിലേക്കുള്ളത്. അതിന് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ വിശദീകരണത്തിൽ അർക്കാനുകൾ കൊണ്ടുള്ള അമലന്നല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് ഈമാൻ എന്താന്ന് വിശദീകരിക്കുക. എന്താ ഈമാൻ? അഹ്ലുസുന്നത്തിന്റെ അടുക്കൽ, സലഫു സാലിഹീങ്ങളുടെ അടുക്കൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മുസമ്മൽ ഈമാൻ. ഈമാനിന്റെ വിവക്ഷയിൽ എന്തെല്ലാം കാര്യങ്ങൾ പെടും? അതൊരു ചെറിയ കുട്ടി മുതൽ പഠിപ്പിക്കപ്പെടേണ്ട കാര്യമാണ്. പക്ഷേ നദ്വത്തുൽ മുജാഹിദീന്റെ 2 വിഭാഗത്തിലും പെട്ടിട്ടുള്ള മഹാഭൂരിപക്ഷം വരുന്ന പ്രാസംഗികന്മാർക്ക്, പണ്ഡിതന്മാര് എന്നോ ഇൽമുമായിട്ട് ബന്ധപ്പെട്ട അപൂർവം ചില വ്യക്തികളുടെ മനസ്സിൽ സ്വകാര്യമായി ഇരിപ്പുണ്ടോ അല്ലാഹു അഅലം, അല്ലെങ്കിൽ പണ്ഡിതന്മാരായി നടക്കുന്നവർക്ക് വരെ മുസമ്മൽ ഈമാൻ അറിയില്ല. എന്താ ഈമാൻ? അൽ ഈമാനു ഖൗലുൻ വ അമൽ. ഈമാനിന് ഖൗലും ഉണ്ട്, അമലും ഉണ്ട്, വാക്കും ഉണ്ട്, പ്രവൃത്തിയുണ്ട്. പ്രവൃത്തി എന്ന് പറഞ്ഞാൽ 2 തരം പ്രവൃത്തികളുണ്ട്. അമലും ബിൽ ജിനാൻ വ അമലും ബിൽ ജവാരിഹ്. അത് ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളുണ്ട്, മനസ്സിന്റെ പ്രവർത്തനം, അതുപോലെ തന്നെ ശരീര അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനമുണ്ട്. ഇതിന് ഒരിക്കലും അർക്കാനുകൾ കൊണ്ടുള്ള, ശാരീരിക അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനം ഇവർ കണ്ടിട്ടേയില്ല. മദ്രസന്റെ പാഠപുസ്തകം മൊത്തത്തിൽ നിങ്ങൾ നോക്കൂ. ഒന്നുകിൽ ഇവർക്കിത് അറിയാനിട്ട്, അല്ല അറിയുമെന്ന് വെക്കുകയാണെങ്കിലോ ഇൻ കുന്ത ലാ തദ്രി ഫതിൽക മുസീബതു വഇൻ കുന്ത തദ്രി ഫൽ മുസീബതു അഅ്ളമു. ഒരു കവി പറഞ്ഞ അങ്ങനെയാണ്. നിനക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരാപത്താണ്. നിനക്കത് അറിയാക്കാൻ പറ്റില്ലല്ലോ, ഈമാനല്ലേ അത്. അല്ല, നിങ്ങൾക്ക് അറിഞ്ഞിട്ടത് കൊടുക്കാതിരിക്കുകയാണെങ്കിലോ ഫൽ മുസീബത്തു അഅ്ളമു. മുസീബത്ത് ഒന്നും കൂടിയായി. അറിഞ്ഞിട്ടും അത് മൂടി വെക്കുകയാണല്ലോ. കത്മാനുൽ ഹഖ് അതും കൂടി വന്നു. ഏതവസ്ഥയിലും നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. അവരൊരിക്കലും ഈ 3 കാര്യങ്ങളും, ഒന്ന് തസ്ദീഖും ബിൽ ഖൽബ് വഇഖ്റാറും ബിൽ ലിസാൻ വഅമലും ബിൽ ജവാരിഹ്, ഇത് തീർത്തവരെവിടെയും പറയണില്ല. അത് മറച്ചു വെക്കുക അല്ലെങ്കിൽ കൂട്ടിക്കുഴക്കുകയാണ് ചെയ്യുന്നത്. അർക്കാനുകൾ കൊണ്ടുള്ള അമല് ഒരോടത്തും വിശദീകരിക്കുന്നില്ല. ഇനി വേറൊന്ന് പോട്ടെ, അള്ളാഹു എവിടെ? അള്ളാഹു എവിടെയെന്നുള്ളത് പറഞ്ഞ് ഓടി നടക്കുന്ന ആൾക്കാരെ അപ്പോൾ വിളിച്ചിട്ട് അള്ളാഹു എവിടെയെന്ന് ചോദിക്കണം എന്നാണ്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു വിശ്വാസമാണത്. ആ വിശ്വാസം അത് ചോദിച്ചാൽ ഇവർക്ക് ആർക്കും അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്തരം കിട്ടൂല. നദ്വത്തുൽ മുജാഹിദീന്റെ വലിയ ആളുകളെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരിക്കൽ അറേബ്യയിൽ നിന്ന് വന്നിട്ടുള്ള 2 ആളുകൾ ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഇന്റർവ്യൂ നടത്തി. അപ്പൊ അള്ളാഹ് എവിടെയാണെന്ന് ചോദിച്ചു.
ഫീ കുല്ലി മകാൻ എന്ന് ഉത്തരം പറഞ്ഞു. എല്ലാ സ്ഥലത്തും ഉണ്ട്. അത് പറഞ്ഞപ്പോ ഇവര് മൂക്കത്ത് വിരല് വെച്ച് എന്നിട്ട് അവരിങ്ങനെ പറഞ്ഞു അസ്സലഫിയൂന ഫീ വാദ് വഅൻത ഫീ വാദിൻ ആഖർ. സലഫികൾ ഒരു താഴ്വരയില്, നീ വേറൊരു താഴ്വരയില്. എന്നിട്ട് ഇവർ പറയും ഞങ്ങളാണ് സലഫികൾ. എങ്ങനെയാണ് സലഫികൾ? ഞങ്ങളുടെ പേരിന്റെ അവസാനത്തിൽ ഞങ്ങൾ സലഫി എന്ന് ചേർക്കുന്നില്ലേ? നോട്ടീസ് കണ്ടിട്ടില്ലേ? ഇതുകൊണ്ട് സലഫിയാവില്ല. ഞാൻ എന്റെ വാക്കുകൾ, ഞാൻ ഇവരുടെ തെളിവുകൾ ഞാൻ വായിക്കുന്നില്ല. ഇതൊക്കെ ഇവിടെ ഉണ്ട്, പാഠപുസ്തകത്തിന്റെ കാര്യങ്ങൾ. ആർക്കും സംശയം ഉണ്ടെങ്കിൽ അവർ ഞാൻ കളവാ പറഞ്ഞതെന്ന് തോന്നുകയാണെങ്കിൽ എന്റെ അടുക്കൽ വന്ന് ചോദിച്ചാൽ അപ്പോൾ ആണെങ്കിൽ എടുത്ത് കാണിച്ചു കൊടുക്കാം. അത് വായിച്ചിട്ട് സമയത്തിലെ കുറവുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഖദർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഖദർ അറിയാലോ, എല്ലാവരും പഴിച്ചു പോകുന്ന, എല്ലാവരും എന്ന് പറഞ്ഞാൽ അത് പഠിക്കാത്ത ആൾക്കാരൊക്കെ പഴിച്ചു പോകുന്ന ഒരു കാര്യം.